അടിയേറ്റു പിടയുന്നു സർവേശ്വരൻ. മാതാവു ചേർന്നു നിന്നു പൊന്നോമൽ പുത്രന്റെ പീഡാസഹനത്തിൽ തിരുഹിതം പൂർത്തിയാകാൻ. ശിഷ്യന്മാരിടറി പല പാടുമോടിപ്പോയി പതറാതെ നിർഭയം മേരി നിന്നു. ഹൃദയത്തിലൊരു വാൾ നീയേൽക്കുമെന്ന ചുമയോന്റെ വാക്കുകൾ നിറവേറിടുന്നു. പ്രാരംഭ പ്രാർത്ഥന. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി അങ്ങേ ഏകജാതനെ കുരിശിൽ ബലിയായി നൽകാൻ തക്കവിധം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ. അങ്ങേ പ്രിയപുത്രിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് കുരിശിന്റെ വഴിയെ അങ്ങേ തിരുക്കുമാരനെ അനുഗമിക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈശോയെ, അങ്ങേ വ്യാകുലം നിറഞ്ഞ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും കാരണം ഞങ്ങളുടെ പാപങ്ങളാണല്ലോ. ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും അങ്ങയോടൊപ്പം ക്രൂശിക്കപ്പെട്ട് പാപത്തിന് മരിച്ചവരായി അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനുമുള്ള കൃപ ഈ കുരിശിന്റെ വഴി പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് തന്നരുളണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെ പ്രതി ഈശോ സഹിച്ച വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളുടെ ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിർത്തണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മുൾക്കമ്പു മൗലിയിൽ കോർത്തണിഞ്ഞും ഞാങ്ങണ ചെങ്കോലായി പിടിച്ചും പരിശുദ്ധനേശു നിന്നു. വധശിക്ഷ വിധിച്ചേവം പീലാത്തോസിന്റെ കോടതി നിന്ദ്യമായി. പരിപൂർണനേശുവിൻ ശിരസുയരെ നിന്നു അഭിമാനപൂരിത അമ്മ മേരി. പരിപൂർണനേശുവിൻ ശിരസുയരെ നിന്നു അഭിമാനപൂരിത
പൂരിത അമ്മ മേരി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ തലയെ തകർക്കുന്ന വൈഭവം കാണേണമേ വരും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ തലയെ തകർക്കുന്ന വൈഭവം കാണേണമേ വരും. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. യഹൂദന്മാരും റോമൻ പടയാളികളും ചേർന്ന് ഈശോയെ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം വെള്ളിയാഴ്ച അതിരാവിലെയാണ് എൻ്റെ മകനെ ഞാൻ ഒരു നോക്ക് കാണുന്നത്. ചമ്മട്ടിയടിയേറ്റ് രക്തം വാർന്നൊലിക്കുന്ന ഈശോയെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുന്ന വേദനയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എൻ്റെ കവിൾത്തടങ്ങളിലൂടെ ചുടുകണ്ണുനീർ ഒഴുകിയിറങ്ങി. പീലാത്തോസ് തന്റെ ന്യായാസനത്തിൽ നിന്ന് എന്ത് തിന്മയാണ് എൻ്റെ മകൻ ചെയ്തതെന്ന് ജനക്കൂട്ടത്തോട് ചോദിച്ചു. അക്ഷമരായ ജനക്കൂട്ടം ഒരുപോലെ ആക്രോശിച്ചു, അവനെ ക്രൂശിക്കുക. അങ്ങനെ പറയരുതേ എന്ന് അവരോട് അപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. അതിനാൽ ഞാനത് കണ്ടുകൊണ്ട് നിശബ്ദമായി കരഞ്ഞു. എൻ്റെ കർത്താവായ ഈശോയെ, അങ്ങ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോൾ അങ്ങേ പ്രിയ മാതാവിനുണ്ടായ ഹൃദയവേദന എനിക്ക് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. എന്നാൽ ഞാൻ മറ്റൊരാളോട് പക വെച്ച് പുലർത്തുമ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് ഞാൻ വിളിച്ചു പറയുകയല്ലേ? ഞാൻ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുകയല്ലേ? എൻ്റെ ഈ പ്രവൃത്തികൾ മൂലം ഈശോയെ, വേദനയുടെ കണ്ണുനീർ ഞാൻ അങ്ങേയ്ക്കും അവിടുത്തെ മാതാവിനും തരികയല്ലേ? ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ക്രൂശിന്റെ പാതയിൽ യേശു നിന്നു, കലിപൂണ്ട യൂദന്മാർ തൻ ചുമലിൽ കഴുമരം ചേർത്തു വെച്ചു. കനിവേതുമില്ലാതാ കാരുണ്യരൂപനെ ക്രൂരമായി വലിച്ചിഴച്ചു. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു.
ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അല്പം ശക്തി സംഭരിച്ച് ഞാൻ ജനക്കൂട്ടത്തോട് ചേർന്ന് നടന്നു. പീലാത്തോസിന്റെ നടുമുറ്റത്തിന്റെ പ്രവേശന കവാടത്തിങ്കിലേക്ക്. വലിയ ശബ്ദത്തോടെ പ്രധാന വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. ഇടറുന്ന ചുവടുകളോടെ അതാ ഈശോ പുറത്തേക്ക് വരുന്നു. പട്ടാളക്കാർ ഈശോയുടെ പിന്നിൽ നിന്ന് പരിഹസിച്ച് ചിരിക്കുന്നു. ഭാരമേറിയ ഒരു മരക്കുരിശ് 2 പട്ടാളക്കാർ വലിച്ചു കൊണ്ടുവന്ന് ഈശോയുടെ ചുമലിലേക്ക് ഇട്ടുകൊടുത്തു. പിന്നെ അവർ ഈശോയെ വഴിയിലൂടെ തള്ളി നീക്കിക്കൊണ്ടുപോയി. ഈശോയെ ഓർത്തുള്ള എൻ്റെ വേദന അസഹനീയമായിരുന്നു. ഈശോയുടെ ചുമലിൽ നിന്നും കുരിശെടുത്ത് അത് സ്വയം ചുമക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിനാൽ ഞാൻ നിശബ്ദമായി ഈശോയെ അനുഗമിച്ചു. എൻ്റെ കർത്താവായ ഈശോയെ, എൻ്റെ അയൽക്കാരൻ്റെ വേദനകളുടെയും ഏകാന്തതയുടെയും നേരെ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ അങ്ങേ കുരിശിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുകയാണല്ലോ ഞാൻ ചെയ്യുന്നത്. എന്നോട് കരുണയായിരിക്കണമേ. മറ്റുള്ളവർക്കെതിരെ അപവാദം പറയുകയും എന്തെങ്കിലും കാരണം കണ്ടെത്തി ചില വ്യക്തികളെ ഒഴിവാക്കുകയും ചെയ്യുന്ന എൻ്റെ രീതികളെ ഓർത്ത് ഞാൻ അങ്ങയോട് മാപ്പ് യാചിക്കുന്നു. അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ. എന്നോട് കരുണയായിരിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒരു വട്ടം ക്രൂശുമായി വീണുനാഥൻ, അതിരറ്റ ഭാരം താങ്ങാതെയായി മാതാവിനുള്ളം തേങ്ങി. അരുതേ എന്നാരോടും പറയാതെ മേരി അനുയാത്ര ചെയ്തു മെല്ലെ. നിർബന്ധിച്ചാരും കുരിശിൻ്റെ ആഭാരം തോളേറ്റി നിർദ്ദയം വച്ചതല്ല. നിർബന്ധിച്ചാരും കുരിശിൻ്റെ ആഭാരം തോളേറ്റി നിർദ്ദയം വച്ചതല്ല. മർത്യൻ്റെ പാപം താനേറ്റുവെന്നുള്ള വിശ്വാസമല്ലയോ നൽകുന്നു നാഥൻ. മർത്യൻ്റെ പാപം താനേറ്റുവെന്നുള്ള വിശ്വാസമല്ലയോ നൽകുന്നു നാഥൻ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ 1-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരിയിലേക്ക് ഇടറി നീങ്ങുന്ന എൻ്റെ മകൻ്റെ തൊട്ടു പിന്നാലെയായി ഞാനും അവനെ അനുഗമിച്ചു. ഈശോയെ ഇത്രയും വേദനയിൽ കാണുന്നതിനേക്കാൾ എന്നെ വേദനിപ്പിച്ച മറ്റൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഈശോയുടെ തളർന്ന തോളുകളിലേക്ക് കുരിശ് ആഴ്ന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. ഈശോ മുഖം കുത്തി നിലത്ത് വീഴുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി.
ഈശോയുടെ മുകളിലേക്ക് ഭാരമേറിയ കുരിശ് വന്നു വീണു. എൻ്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചു പോയെന്ന് ഒരു നിമിഷം ഞാൻ കരുതി. എൻ്റെ ശരീരം മുഴുവൻ വിറച്ചുപോയി. വീണ് കിടക്കുന്ന ഈശോയെ പട്ടാളക്കാർ ചവിട്ടാൻ തുടങ്ങി. പതിയെ എഴുന്നേറ്റ് ഈശോ വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഈശോയെ ചാട്ടവാറ് കൊണ്ടടിച്ചു. ഈശോയെ എൻ്റെ ദേഹം കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് പട്ടാളക്കാരുടെ ക്രൂരതയിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. അതിനാൽ ഞാൻ നിശബ്ദമായി കരഞ്ഞുകൊണ്ട് ഈശോയെ പിഞ്ചെന്നു. എൻ്റെ കർത്താവായ ഈശോയെ, അങ്ങ് വീഴുന്നത് പല തവണ കണ്ടിട്ടും എത്രയോ നിസ്സംഗതയോടെ അങ്ങയെ സഹായിക്കാതെ ഞാൻ മാറിപ്പോയിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളുടെ വീഴ്ചകൾ കണ്ട് എത്രയോ തവണ ഞാൻ പരിഹസിച്ചിരിക്കുന്നു. എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് മറ്റുള്ളവർ പെരുമാറാതിരിക്കുന്നത് കണ്ട് എത്രയോ തവണ ഞാൻ കോപിച്ചിരിക്കുന്നു. അങ്ങേ കുരിശിൻ്റെ വഴിയിൽ അങ്ങേക്ക് ആശ്വാസമായി പരിശുദ്ധ അമ്മ അങ്ങയെ അനുഗമിച്ചതുപോലെ എൻ്റെ സഹോദരങ്ങളെ സഹായിച്ചുകൊണ്ട് അങ്ങയെ ആശ്വസിപ്പിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഈശോയെ, എന്നോട് കരുണയായിരിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ജനം മാർത്തിരമ്പി ഒരു നോക്ക് കാണുവാനൊന്നുമിണ്ടാ മാതാവ് നേരിൽ വന്നു. ആ നാലു കണ്ണുകൾ സ്നേഹാതിരേകത്താൽ പരസ്പരം ചേർന്നലിഞ്ഞു. നാലാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് ദുഃഖസമുദ്രത്തിൽ മുങ്ങിയ തൻ്റെ മാതാവിനെ കണ്ടുമുട്ടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്ന് ഞാൻ എൻ്റെ മകൻ്റെ അടുത്തെത്തി. ആക്രോശങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഈശോ. അവൻ നിന്നു. കണ്ണുനീർ നിറഞ്ഞ നേത്രങ്ങളിലൂടെ എൻ്റെ പ്രിയപുത്രനെ ഞാൻ കണ്ടു. നിസ്സഹായായി എന്നെ നോക്കി ഈശോയുടെ കണ്ണുകൾ മന്ത്രിച്ചു. ധൈര്യപ്പെടുക, ഇതിനൊരു ദൈവിക ഉദ്ദേശമുണ്ട്. ഇടറുന്ന കാലുകളോടെ എൻ്റെ മകൻ നടന്നു നീങ്ങിയപ്പോൾ അവൻ പറഞ്ഞത് പിതാവിൻ്റെ ഹിതമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ പ്രാർത്ഥനയോടെ എൻ്റെ മകനെ പിന്തുടർന്നു.
എൻ്റെ കർത്താവായ ഈശോയെ, പലതവണ അങ്ങയെ കണ്ടുമുട്ടിയിട്ടും കാണാത്തതുപോലെ കടന്നുപോയ സാഹചര്യങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ നടക്കാതെ പോയ അവസരങ്ങളിൽ മറ്റുള്ളവരോട് അത് പറഞ്ഞ് പരിതപിച്ചതിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ചെറുതായ അസ്വസ്ഥതകളെ ഓർത്തുപോലും ആദി പൂണ്ട് ഞാൻ നിരാശയുടെ ആഴങ്ങളിൽ ആണ്ടുപോയി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന അങ്ങയുടെ വചന വാഗ്ദാനം ഞാൻ കേൾക്കാതെ പോയി. അതെ എൻ്റെ കർത്താവെ, പലതവണ അങ്ങയെ കണ്ടുമുട്ടിയിട്ടും അങ്ങയിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കാതെ ഞാൻ കടന്നുപോയി. ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ക്രൂശേറി വേണം അവൻ മരിക്കാൻ, അതിനാണു ശിമയോനെ ഏൽപ്പിച്ചതും. ശിമയോൻ ഭാഗ്യവാനായി കുരിശിൽ മരിച്ചെന്നാൽ ശാപമേറ്റവനായി വചനത്തിൻ മുദ്ര ചാർത്താം. പ്രിയജാതനോടുള്ള സ്നേഹത്താൽ ശിമയോനു പകരമാകാൻ. മാതാവുമാശിച്ചു പ്രിയജാതനോടുള്ള സ്നേഹത്താൽ ശിമയോനു പകരമാകാൻ. ഹൃദയത്തിൽ മേരി എന്നേ വഹിക്കുന്നു പുത്രന്റെ പേരിലെ സഹനങ്ങളെല്ലാം. ഹൃദയത്തിൽ മേരി എന്നേ വഹിക്കുന്നു പുത്രന്റെ പേരിലെ സഹനങ്ങളെല്ലാം. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. അഞ്ചാം സ്ഥലം, ഈശോയുടെ കുരിശു ചുമക്കാൻ ശിമയോൻ നിർബന്ധിതനാകുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിനെ താങ്ങാനാവാത്ത ഭാരം എൻ്റെ മകനെ പൂർണ്ണമായും നിസ്സഹായനാക്കുന്നത് ഞാൻ അറിഞ്ഞു. ഈശോയുടെ ഓരോ ചുവടും അവസാനത്തേതുപോലെ എന്നെനിക്ക് തോന്നി. എൻ്റെ മകൻ്റെ ഓരോ വേദനയും എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. ഈശോയുടെ വേദനകൾ ഒന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാളെ പട്ടാളക്കാർ വലിച്ചിഴയ്ക്കുന്നത് ഞാൻ കണ്ടു. അയാളുടെ പ്രതിഷേധം അവർ വകവച്ചതേയില്ല. ഈശോയുടെ കുരിശ് ചുമക്കാൻ അവർ അയാളെ നിർബന്ധിച്ചു. എന്തിനു ഞാനിത് ചെയ്യണമെന്ന് അയാൾ പട്ടാളക്കാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാനത് അറിഞ്ഞിരുന്നു. നിശബ്ദമായി ഞാൻ എൻ്റെ മകനെ പിന്തുടർന്നു. എൻ്റെ കർത്താവായ ഈശോയെ, എത്രയോ തവണ ഞാൻ അങ്ങേക്ക് സഹായം നിരസിച്ചിരിക്കുന്നു. എത്രയോ തവണ അങ്ങയുടെ വചന വാഗ്ദാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ സ്വാർത്ഥതയോടെ നിലകൊണ്ടു. അങ്ങയെ സഹായിക്കാൻ വിമുഖത കാണിച്ച ശിമയോനെ പോലെ ആകാതെ അങ്ങയെ എന്നും അനുസരിക്കുകയും അനുഗമിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയെപ്പോലെ ആകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ
എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കണ്ണീരും ചോരയും ചേർന്നലിഞ്ഞ് ഗുരുവിന്റെ മുഖമൊപ്പി വേറോനിക്ക ധീരമായി പിൻഗമിച്ചു. സർവേശപുത്രന്റെ സ്നേഹം നുകർന്നവർ പ്രതിസ്നേഹം നൽകുമല്ലോ. ക്രിസ്തുവിൻ പ്രതിരൂപമല്ലോ. അവളോട് മറിയം ചെവിയിൽ പറഞ്ഞു, നീ ഇന്നു ക്രിസ്തുവിൻ പ്രതിരൂപമല്ലോ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ആറാം സ്ഥലം. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പട്ടാളക്കാരുടെ പിന്നാലെയായി ഞാൻ ഈശോയെ അനുഗമിച്ചു. ജനക്കൂട്ടത്തെ വകവയ്ക്കാതെ ഒരു സ്ത്രീ ഈശോയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നത് ഞാൻ കണ്ടു. അവൾ തൻ്റെ ശിരോവസ്ത്രം അഴിച്ച് രക്തവും വിയർപ്പും നിറഞ്ഞ ഈശോയുടെ മുഖം വാത്സല്യത്തോടെ തുടച്ചു. അവളെ അതിനനുവദിക്കാതെ പട്ടാളക്കാർ ഉടൻ തന്നെ ബലമായി അവളെ പിടിച്ചു മാറ്റി. അവളുടെ മുഖം അവരോട് ഇങ്ങനെ ചോദിക്കുന്നതായി തോന്നി, എന്തിനാണ് നിങ്ങൾ ഇവനോട് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് അതറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ നിശബ്ദമായി ഈശോയെ അനുഗമിച്ചു. എൻ്റെ കർത്താവായ ഈശോയെ, തനിക്ക് തരാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും നല്ലത് തൻ്റെ സ്ത്രീത്വത്തിൻ്റെ മഹത്വമായ ശിരോവസ്ത്രം കൊണ്ട് വെറോനിക്ക അങ്ങയുടെ തിരുമുഖം തുടച്ചുവല്ലോ. എന്നാൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുവാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ അങ്ങയെ സഹായിക്കുവാൻ എത്രയോ അവസരങ്ങൾ എനിക്ക് എല്ലാ ദിവസവും ലഭിക്കുന്നു. പക്ഷേ അവയെല്ലാം അവഗണിക്കുകയാണല്ലോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ രക്ഷകനായ ഈശോയെ, എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിക്കാതെ എനിക്കുള്ളതെല്ലാം അങ്ങേക്ക് തരുവാനുള്ള കൃപ എനിക്ക് തന്നരുളണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൈപ്പുള്ള ജീവിത പാനപാത്രം ഉൾക്കൊണ്ടു തിരുഹിതം നിറവേറണം. സ്വയമേവ ശൂന്യമാകാം. കുരിശിൻ്റെ ഭാരത്താൽ കുഴയുന്നു നാഥൻ, വീഴുന്നു രണ്ടാമതും.
പുത്രന്റെ വേദന നോക്കി നിന്നു. 1000 വാളാൽ മുറിയുന്ന പോലമ്മ പുത്രന്റെ വേദന നോക്കി നിന്നു. തിന്മയെ നന്മയാൽ കീഴടക്കുന്നത് ദൈവികമാണെന്ന് വിശ്വാസമാകണം. തിന്മയെ നന്മയാൽ കീഴടക്കുന്നത് ദൈവികമാണെന്ന് വിശ്വാസമാകണം. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. 7-ാം സ്ഥലം. ഈശോ മിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എൻ്റെ മകൻ വീണ്ടും നിലത്തു വീണു. അവൻ മരിച്ചു പോയേക്കുമോ എന്ന ചിന്തയാൽ എൻ്റെ ഹൃദയം പിളർന്നുപോയി. ഈശോയുടെ അടുത്തേക്ക് ഓടിയെത്താൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ പട്ടാളക്കാർ എന്നെ അനുവദിച്ചില്ല. ഈശോ പതിയെ എഴുന്നേറ്റ് വിറയലോടെ നടന്നു നീങ്ങി. എൻ്റെ മകൻ വീഴുന്നതും വീണ്ടും എഴുന്നേറ്റ് നടന്നു നീങ്ങുന്നതും എനിക്ക് കൈപ്പേറിയ വേദനയായിരുന്നു. പക്ഷേ ഇത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. നിശബ്ദമായി ഞാൻ ഈശോയെ അനുഗമിച്ചു. എൻ്റെ കർത്താവായ ഈശോയെ, എല്ലാ വേദനകളുടെ ഇടയിലും ഒരിക്കലും പിന്മാറാതെ മറ്റെല്ലാവരെയുംകാൾ വിശ്വസ്തയോടെ പരിശുദ്ധ മാതാവ് അങ്ങയെ അനുഗമിച്ചുവല്ലോ. പാപം ചെയ്ത് എത്രയോ തവണ ഞാൻ അങ്ങയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. എത്രയോ തവണ മറ്റുള്ളവർ അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ ഞാൻ കാരണമായിരിക്കുന്നു. കർത്താവെ, എന്നോട് കരുണയായിരിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഓർസലേം സ്ത്രീകളെ കേൾക്കു നിങ്ങൾ, എന്നെയോർത്താകല്ലേ കരയുന്നത്, നിങ്ങളെ പ്രതി കരയൂ. നിങ്ങളും മക്കളും എന്നെ ഉപേക്ഷിച്ച പാപമാണീ കുരിശ്. പാപികൾക്കെന്നും പശ്ചാത്തപിക്കുവാൻ കാരണമാകട്ടെ ഈ സഹനം. പാപികൾക്കെന്നും
എട്ടാം സ്ഥലം. ഈശോ മിശിഹ ജെറൂസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഏതാനും ചുവടുകൾക്ക് പിന്നാലെയായി ഞാൻ ഈശോയെ പിന്തുടർന്നു കൊണ്ടിരുന്നു. ഈശോ പെട്ടെന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഏതാനും സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ അവനെ ഓർത്ത് കരയുകയും അവനോട് സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്തു. തനിക്ക് വേണ്ടി കരയേണ്ട എന്ന് അവൻ അവരോട് പറഞ്ഞു. ഈശോയെ മിശിഹായായി സ്വീകരിക്കുവാനുള്ള അവസരം മറ്റുള്ള അനേകരെ പോലെ അവരും നിരസിച്ചു. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിനെന്ന് അവൻ അവരോട് പറഞ്ഞു. അവരുടെ മനപരിവർത്തനത്തിന് കാരണമാകുന്ന കണ്ണീർ, അതും മരണത്തിലേക്കുള്ള ഈശോയുടെ യാത്രയും തമ്മിലുള്ള ബന്ധം അവർ മനസ്സിലാക്കിയില്ല. എന്നാൽ ഞാനത് അറിഞ്ഞിരുന്നു. അതിനാൽ നിശബ്ദമായി ഞാൻ ഈശോയുടെ പിന്നാലെ നടന്നു. എൻ്റെ കർത്താവായ ഈശോയെ, എത്ര വിരളമായാണ് ഞാൻ എൻ്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങയെ ഓർത്ത് വിലപിച്ച ജെറുസലേമിലെ സ്ത്രീകളെ പോലെ ആകാതെ അങ്ങയുടെ പീഡാസഹനത്തിന് കാരണമായ എൻ്റെ പാപങ്ങളെ ഓർത്ത് കരയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. വന്നുപോയ എൻ്റെ ഈ അറിവില്ലായ്മയെ ഓർത്ത് എന്നോട് കരുണയായിരിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷയേറ്റു അതിനീചമായുള്ള കുരിശിലേറ്റം ക്രൂശുമായി നീങ്ങി നാഥൻ. ഗാഗുൽത്താക്കുന്നിൻ്റെ താഴ്വാരത്തിലെ പാതയിൽ തെന്നി വീണു. രക്തം പോയി മാതാവു മകനെ പിന്തുണച്ചു. നെയ്യാകെ കീറി ഒരുപാടു രക്തം പോയി മാതാവു മകനെ പിന്തുണച്ചു. സാത്താന്റെ തലയെ തകർക്കുന്ന പുത്രൻ സഹനത്താൽ പാപിതൻ പക്ഷത്തു നിന്നു. സാത്താന്റെ തലയെ തകർക്കുന്ന പുത്രൻ സഹനത്താൽ പാപിതൻ പക്ഷത്തു നിന്നു. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ഒൻപതാം സ്ഥലം. ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിന്റെ ഭാരം താങ്ങാനാവാതെ എൻ്റെ മകൻ വീണ്ടും നിലത്തു വീണു. ഈശോയുടെ ഈ വീഴ്ച എനിക്ക് ഏറ്റവും വേദനാജനകമായിരുന്നു. ഈശോ പാറയിൽ മുഖമടിച്ച് വീണത് മാത്രമല്ല, കാൽവരി മലയുടെ മുകളിൽ ക്രൂശിക്കപ്പെടാനുള്ള ഇടത്തിൽ എത്താറായിരിക്കുന്നു. പട്ടാളക്കാർ ഈശോയെ പരുഷമായി ശകാരിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ഈശോയുടെ അവസാനത്തെ ചൂടുകൾ പോലും അവർ ഈശോയെ വലിച്ചിഴച്ചു. ഇനി അവർ എന്താണ് എൻ്റെ മകനെ ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്തപ്പോൾ
എൻ്റെ ഹൃദയം പിടഞ്ഞുപോയി. പക്ഷേ ഇത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൻ്റെ പിന്നിൽ നിശബ്ദമായി കാൽവരി മല കയറി. എൻ്റെ സ്നേഹനിധിയായ ഈശോയെ, പലതവണ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ എൻ്റെ കരങ്ങൾ നീട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും അസൗകര്യമോ അസ്വസ്ഥതകളോ അനുഭവപ്പെടുമ്പോൾ ഒഴികഴിവുകൾ പറഞ്ഞ് ഞാൻ അവരെ അവഗണിച്ചിട്ടുണ്ട്. സഹായത്തിനായി എൻ്റെ നേരെ നീളുന്ന കരങ്ങളെ നിരസിക്കാതിരിക്കാനുള്ള കൃപ എനിക്ക് തന്നിടണമേ. അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ അങ്ങയെ അനുഗമിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആ യാത്ര കാൽവരി കുന്നിലെത്തി. രക്തം നനഞ്ഞുള്ള വസ്ത്രമാരോ തോലോടുരിഞ്ഞു മാറ്റി. ധൂർത്തിൻ്റെ പാതയിൽ നാം ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്തു നാഥൻ. തനിക്കുള്ളതെല്ലാം ഉടുമുണ്ടുപോലും കൈവിട്ടു നാഥൻ നഗ്നനായി. തനിക്കുള്ളതെല്ലാം ഉടുമുണ്ടുപോലും കൈവിട്ടു നാഥൻ നഗ്നനായി. പുത്രനെ പോലും നൽകുന്നൊരമ്മയെ ഒരു നാളുമാരും മറക്കരുതേ ഇനി. പുത്രനെ പോലും നൽകുന്നൊരമ്മയെ ഒരു നാളുമാരും മറക്കരുതേ ഇനി. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. 10-ാം സ്ഥലം, ഈശോ മിശിഹായുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിന്റെ ഭാരത്തിൽ നിന്നും ഈശോ അവസാന വിമുക്തനായി. എന്നാൽ അല്പം പോലും ദാക്ഷിണ്യം കാണിക്കാതെ രക്തം കട്ടപിടിച്ച ചർമ്മത്തിൽ നിന്ന് എൻ്റെ മകൻ്റെ വസ്ത്രങ്ങൾ പട്ടാളക്കാർ വലിച്ചു കീറാൻ തുടങ്ങി. ഈശോ ഇത്രയും വേദന സഹിക്കുന്ന കാഴ്ച എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നിരുന്നാലും ഇത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്നെനിക്കറിയാമായിരുന്നതിനാൽ നിശബ്ദമായി കരഞ്ഞുകൊണ്ട് ഞാൻ കാൽവരി മലയിൽ നിന്നു. എൻ്റെ കർത്താവായ ഈശോയെ, എത്രയോ തവണ ഞാൻ തന്നെ അങ്ങയെ വിവസ്ത്രനാക്കിയിരിക്കുന്നു. എൻ്റെ അവിവേകം നിറഞ്ഞ സംസാരത്തിലൂടെ എത്രയോ പേരുടെ സൽപ്പേരിന് ഞാൻ കളങ്കം വരുത്തിയിരിക്കുന്നു. എൻ്റെ മുൻവിധി മൂലം എത്രയോ പേരുടെ അന്തസ്സിന് ഞാൻ കോട്ടം വരുത്തിയിരിക്കുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിലൂടെ എത്രയോ തവണ ഞാൻ അങ്ങയെ കുറ്റം വിധിച്ചിരിക്കുന്നു. ഈശോയെ, എല്ലാവരിലും അങ്ങയെ കാണാനുള്ള കൃപ എനിക്ക് തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
ദാരുണപീഡകൾ സഹിച്ചു നാഥൻ കുരിശിൽ ശയിക്കുന്നു ബലിവസ്തുവായി സ്ത്രീയുടെ സന്തതിയായി. സ്നേഹിതന്മാർക്കായി ജീവനെ കീടുക അതിലേറെ സ്നേഹമില്ല. ഒരു നിമിഷം പോലും ദൈവഹിതത്തോട് അനുസരണക്കേടു തോന്നിയില്ല. ഒരു നിമിഷം പോലും ദൈവഹിതത്തോട് അനുസരണക്കേടു തോന്നിയില്ല. മരണത്തിനതിരിൽ കുരിശോളം താണ് ഏവർക്കും മിശിഹ കർത്താവായി തീർന്നു. മരണത്തിനതിരിൽ കുരിശോളം താണ് ഏവർക്കും മിശിഹ കർത്താവായി തീർന്നു. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. 11 സ്ഥലം ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ കുരിശിലേക്ക് പട്ടാളക്കാർ ക്രൂരമായി വലിച്ചെറിഞ്ഞു. ഒരു പരിഭവവും കൂടാതെ തന്നെ ക്രൂശിൽ തറയ്ക്കാൻ ഈശോ അവരെ അനുവദിച്ചു. എൻ്റെ മകൻ്റെ കൈകാലുകൾ അവർ കുത്തിത്തുളച്ചപ്പോൾ എൻ്റെ ഹൃദയവും കുത്തിത്തുളയ്ക്കപ്പെട്ടു. അതിനുശേഷം അവർ ഈശോയെ കുരിശിൽ ഉയർത്തി നിർത്തി. അതാ ഞാൻ ഏറെ സ്നേഹിച്ച എൻ്റെ മകൻ. ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷ പോരാട്ടത്തിലും ഏറെ അവഹേളിക്കപ്പെടുന്നു. പക്ഷേ ഇത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിനാൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് നിശബ്ദമായി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവായ ഈശോയെ, എത്രയോ വ്യാകുലം നിറഞ്ഞ പീഡനങ്ങളാണ് അങ്ങ് പാപിയായി എനിക്ക് വേണ്ടി സഹിച്ചത്. തൻ്റെ പ്രിയപുത്രൻ പാപികളായ മനുഷ്യർക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മരിക്കുന്നത് എത്രയോ വേദനയോടെയാണ് പരിശുദ്ധ അമ്മ കണ്ടു നിന്നത്. എൻ്റെ പാപങ്ങളെ ഓർത്തൊന്ന് പശ്ചാത്തപിച്ചാൽ തന്നെ എന്നോട് ക്ഷമിക്കാൻ അങ്ങ് തിരുമനസ്സാണല്ലോ. എൻ്റെ പാപകരമായ ജീവിത രീതികളിൽ നിന്ന് പിന്തിരിയാൻ അങ്ങനെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആകാശം ഭൂമിയിൽ ചേർന്നു വന്നു, ഇടയിലായി അവിടുന്നു കുരിശേൽക്കയാൽ മാതാവും കൂടെ നിന്നു.
12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ കുരിശിൽ കിടന്ന് പിടഞ്ഞ് തല താഴ്ത്തി മരിക്കുമ്പോൾ അവൻ്റെ കുരിശിന് കീഴിൽ നിസ്സഹായിയായി ഞാൻ നിന്നു. ഞാൻ ഈ ലോകത്തിലേക്ക് രക്ഷകനായ ഈശോയെ കൊണ്ടുവന്നവൾ, ഈശോയെ കൈകളിൽ താലോലിച്ചവൾ. ആ ഈശോ എൻ്റെ കൺമുമ്പിൽ ജീവൻ വെടിയുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പിളർന്നുപോയി. സ്വന്തം കുഞ്ഞ് കൺമുമ്പിൽ മരിക്കുന്നത് കാണുന്നതിനേക്കാൾ വലിയ എന്ത് വേദനയാണ് ഒരമ്മയ്ക്കുള്ളത്. ഈശോയുടെ ഈ ഭൂമിയിലെ വേദനകൾ അവസാനിച്ചെങ്കിലും എൻ്റെ വേദന എക്കാലത്തേക്കാളും വലുതായിരുന്നു. എന്നിരുന്നാലും ഈ ദൈവഹിതം ഞാൻ ആദ്യത്തേതുപോലെ തന്നെ സ്വീകരിച്ചു. കാൽവരി മലയിൽ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിന്ന് ഞാൻ നിശബ്ദമായി വിലപിച്ചു. എൻ്റെ കർത്താവായ ഈശോയെ, എൻ്റെ പാപങ്ങൾ മൂലം ഞാൻ അങ്ങേക്കെതിരായും എൻ്റെ സഹോദരങ്ങൾക്കെതിരായും ചെയ്തു പോയ അതിക്രമങ്ങളോട് കരുണയായിരിക്കണമേ. അങ്ങേ മഹത്തായ ഈ സ്നേഹപ്രവൃത്തിയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിക്കുന്നു. സ്നേഹിതനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുളി ചെയ്ത ഈശോയെ, ഞാൻ എന്നും അങ്ങയുടെ സ്നേഹിതനായിരിക്കട്ടെ. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുവാനും ഇനി ഒരിക്കലും അങ്ങയെ വേദനിപ്പിക്കാതിരിക്കുവാനുമുള്ള കൃപ എനിക്ക് തന്നനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മാതാവ് മടിയിൽ ചേർത്തുവച്ച് പുത്രന്റെ പൂമേനി പുൽകുകയായി അർപ്പണം പൂർത്തിയായി. പാപിയെ കൈക്കൊണ്ടു സ്വർഗത്തിനേകുന്ന ദൈവത്തെ നാം അറിഞ്ഞു. വിധിയുണ്ട് സുതനായ ദൈവത്തെ വേണ്ടെന്ന നിലപാടു നിന്റെ ശിക്ഷാവിധിയുണ്ട് സുതനായ ദൈവത്തെ വേണ്ടെന്ന നിലപാടു നിന്റെ ശിക്ഷ. യേശുവാം ജീവനെ തള്ളിക്കളഞ്ഞാലും അവൻ നിന്നെ തള്ളാതെ വഴി നോക്കി നിൽക്കും. യേശുവാം ജീവനെ തള്ളിക്കളഞ്ഞാലും അവൻ നിന്നെ തള്ളാതെ വഴി നോക്കി നിൽക്കും. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. 13-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതശരീരം കുരിശിൽ നിന്നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എൻ്റെ മകനെ പരിഹസിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ജനക്കൂട്ടം പിരിഞ്ഞുപോയി. ആക്രോശങ്ങൾ അവസാനിച്ചു. ഈശോയുടെ കുരിശിൻ കീഴിൽ നിന്നുകൊണ്ട് ജീവനറ്റ നമ്മുടെ രക്ഷകന്റെ എൻ്റെ മകൻ്റെ മൃതദേഹത്തിലേക്ക് ഞാൻ നോക്കി. ഏതാനും പേർ ചേർന്ന്
ഈശോയുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി എൻ്റെ മടിയിൽ കിടത്തി. അത്യഗാധമായ ദുഃഖം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. എൻ്റെ മകൻ്റെ ജീവിതം വളരെ ക്രൂരമായി അവസാനിച്ചെങ്കിലും അത് നമുക്കെല്ലാം നിത്യജീവൻ പ്രദാനം ചെയ്യുമല്ലോ എന്നോർത്തപ്പോൾ എന്നിൽ ആഴമായ ഒരു ആനന്ദവും അനുഭവപ്പെട്ടു. ഇത് പിതാവിൻ്റെ ഹിതമാണെന്ന് എനിക്കറിയാമായിരുന്നു. നിറഞ്ഞ കണ്ണീരോടെ, വിങ്ങുന്ന ഹൃദയത്തോടെ ഞാൻ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കർത്താവായ ഈശോയെ, അങ്ങേ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങൾക്ക് അറുതിയായി. എന്നാൽ അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ അങ്ങയെ പീഡിപ്പിക്കുകയാണല്ലോ. എൻ്റെ പാപങ്ങളാണല്ലോ അങ്ങേ വ്യാകുലം നിറഞ്ഞ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും കാരണം. എൻ്റെ പാപങ്ങളെ ഓർത്ത് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഈശോയെ, അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ അമ്മയുടെയും മുൻപിൽ യോഗ്യമായ ഒരു ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ലോകൈകനാഥനെ സംസ്കരിച്ചു, ആരെയും വയ്ക്കാത്ത കല്ലറയിൽ ആമേനി അഴിയുകില്ല. പ്രവചിച്ച പോലെ മൂന്നാം ദിനം സൂര്യനുദിച്ചു വരും. പതിനാലാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയുടെ പൂജ്യദേഹം ഞങ്ങൾ കല്ലറയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ തന്നെ ഈശോയുടെ ശരീരം കല്ലറയിൽ ക്രമീകരിച്ചു. നിശബ്ദമായി കരഞ്ഞുകൊണ്ട്, നിശബ്ദമായി ആനന്ദിച്ചുകൊണ്ട്. എൻ്റെ സ്നേഹനിധിയായ മകനെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് ഞാൻ പുറത്തേക്ക് നടന്നു. അവർ കല്ലറ അടച്ചു. ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഞാൻ വിശ്വാസത്തോടെ നിശബ്ദമായി കാത്തിരിക്കും. എൻ്റെ കർത്താവായ ഈശോയെ, എന്നോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങ് എനിക്ക് വേണ്ടി വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങൾ ഏറ്റുമരിച്ചത്. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണെന്ന് അറിയിച്ച ഈശോയെ, ആ വഴിയെ ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പാപത്തിന് മരിച്ചവനായി എൻ്റെ സഹോദരങ്ങളിൽ അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ
എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നവമായ ലോകം വന്നണഞ്ഞു, കൃപയും സമാധാനവുമുള്ള ലോകം, മാതൃത്വം ഫലമണിഞ്ഞു. അവസാനമായി നാഥൻ കൽപ്പിച്ചു നൽകുന്ന സുവിശേഷം സ്വന്തമാക്കൂ. പുകയുന്ന ലോകത്ത് സഭയാണു പിൻബലം ചൊന്നുമേരി. പാപാധികാരം പുകയുന്ന ലോകത്ത് സഭയാണ് പിൻബലം ചൊന്നുമേരി. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി ഞാനുണ്ട് കൂട്ടിന് പ്രാർത്ഥിച്ചൊരുങ്ങണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി ഞാനുണ്ട് കൂട്ടിന് പ്രാർത്ഥിച്ചൊരുങ്ങണം. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. ദൈവമാതാവേ, ദിവ്യമാതാവേ, ഈശോ വഴിയായി ദൈവവുമായി ഞങ്ങൾക്കനുരഞ്ജനം നേടിത്തരണേ. സമാപന പ്രാർത്ഥന. കർത്താവായ ഈശോയെ, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പാപികളായ ഞങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യാൻ അങ്ങ് കുരിശിൽ ബലിയായി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നന്ദി അർപ്പിക്കാൻ പോലും ഞങ്ങൾ അയോഗ്യരും അശക്തരുമാണല്ലോ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഈശോയെ, അങ്ങയുടെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ അങ്ങയെ കാണുവാനും അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങേ പ്രിയ മാതാവിനെ ഞങ്ങൾക്കും അമ്മയായി തന്നുവല്ലോ. പരിശുദ്ധ അമ്മേ മാതാവേ, അങ്ങേ തിരുക്കുമാരന് യോഗ്യമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, അങ്ങേ പീഡാസഹനത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നരുളേണമേ. ആമേൻ.